ഇന്നലെ ലിറ്ററലി ഔട്ട് ഓഫ് ബ്ലൂ ആപ്പിൾ റിലീസ് ചെയ്ത ആപ്പിളിൻ്റെ പുതിയൊരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ ഇൻവൈറ്റ്സ് എന്നുള്ളത്. ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ഇൻവിറ്റേഷൻസ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഇൻവിറ്റേഷൻസ് നമുക്ക് ഇനി മുതൽ സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിപ്പം ബർത്ത്ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെഡ്ഡിങ് സെറിമണി ആയിക്കോട്ടെ, ലിറ്ററലി എനി ടൈപ്പ് ഓഫ് ഇൻവിറ്റേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് A to C കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്, ആർക്കും ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഫസ്റ്റ് ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് സെറ്റിംഗ് ആണ്. അത് ആപ്പിൾ ID നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് 2 ഓപ്ഷൻസ് കാണാം. പുഷ് നോട്ടിഫിക്കേഷൻസ് ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ഇവൻറ്റ്സ്, അതിനെന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്താനും. 2, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോസ്റ്റ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള അപ്ഡേറ്റുകളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. രണ്ടാമത് ഇമെയിൽ അപ്ഡേറ്റ്സ് ആണ്. പ്ലസ് ഐക്കണിൽ നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസിലേക്ക് പോകാനുണ്ട്. അതിലേറ്റവും ടോപ്പിൽ ഈ ഒരു അപ്കമിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പാസ്റ്റ് ഇവൻറ്റ് ഏതെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള ഇവൻറ്റുകൾ നമുക്ക് ഇവിടുന്ന് കാണാനും ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ഡ്രാഫ്റ്റ്സ് ആണ്. നമ്മൾ കറൻ്റ്ലി എന്തെങ്കിലും ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്രാഫ്റ്റിലാണ് വന്ന് കിടക്കുന്നത്. പിന്നെയുള്ളത് ഹോസ്റ്റിംഗ് ആണ്. കറൻ്റ്ലി ഞാൻ ഹോസ്റ്റ് ചെയ്തേക്കുന്ന 2 ഇവൻറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓൾറെഡി ഞാൻ കാണിച്ചായിരുന്നു. ഈ ഒരു ഇവൻറ്റ് ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണവും അതിലെന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് കൊടുത്തേക്കുന്നതുള്ളതും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഹോസ്റ്റിംഗ് ഓപ്ഷനിലുള്ളത്. പിന്നെയുള്ള അറ്റൻഡിങ് ആണ്. നമ്മൾ ഇപ്പം ജോയിൻ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇതിലൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരാൾക്ക് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് iCloud Plus സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള iCloud Plus സബ്സ്ക്രിപ്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ iCloud Plus അക്കൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. പക്ഷേ അതിൽ വരുന്ന ഇൻവിറ്റേഷൻസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതിലേക്ക് പോകണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത നോർമലി ഉള്ള ആപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ പോലെയല്ല. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വിഷൻ OS ടച്ച് എവിടെയൊക്കെയോ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് iOS 19 ബന്ധപ്പെട്ട് കുറേയധികം റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് എടുത്തു പറയുന്നൊരു കാര്യമാണ് iOS 19 കംപ്ലീറ്റ് റീഡിസൈൻ, നമുക്ക് ഇത്രയും നാൾ ഉള്ള പോലെയല്ല, കംപ്ലീറ്റ് റീഡിസൈൻ ഐക്കൺസിന്, അതോടൊപ്പം ഓവറോൾ UI യൂസർ ഇൻ്റർഫേസിൽ കുറേയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് വിഷൻ OS നമുക്കറിയാം ഗ്ലാസ് എഫക്റ്റാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേയധികം ഗ്ലാസ് എഫക്റ്റ് UIs ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ റിസംബിൾ ചെയ്യുന്ന കുറേയധികം UI എലമെൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഇവിടെ ജോയിൻ ചെയ്തേക്കുന്ന ആളുകളുടെ ആ ഒരു ഐക്കൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കാണാം. അതെല്ലാം റൗണ്ടഡ് ആയിട്ടുള്ള ഐക്കൺസ് ആണ് കൊടുത്തേക്കുന്നത്. അതും നമുക്കറിയാം വിഷൻ OSലും ഈ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഐക്കൺസ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യൂഷ്വലി ഉള്ള ഒരു ഡാർക്കോ ലൈറ്റോ ബാക്ക്ഗ്രൗണ്ട് അല്ല. ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. iOS 19 വരുമ്പം ഇതുപോലത്തെ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിരിക്കാം. ഇത്ര നാളുള്ള പോലത്തെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസിൽ നിന്ന് മാറി നിങ്ങൾക്ക് അത് വ്യത്യാസം കാണാൻ സാധിക്കും. ഈ ഒരു ഇൻ്റർഫേസ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ഒരു രീതിയിലാണെങ്കിൽ കുറച്ചും കൂടെ റീഫ്രഷിംഗ് ആണ്. iOS 19 വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള UI ചേഞ്ചസും എലമെൻസും ഒക്കെ iOS 19 വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിവേ നമുക്ക് ഈ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്ലസ് സൈക്കിളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏറ്റവും ആദ്യം ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനാണ്. ഡിഫോൾട്ടായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ആഡ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഉള്ളത് നമ്മുടെ ഇമേജ് പ്ലേ ഗ്രൗണ്ടാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിരിക്കുന്ന ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് ക്യാമറ ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസ് ചെയ്യാനാണ്. അത് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഫോട്ടോ ലൈബ്രറി വേണമെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇമേജുകളും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് ഇമോജീസ് വെച്ചിട്ടാണ്. ഇനി താഴത്തേക്ക് പോയാൽ ഫോട്ടോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കാണാം. അതിലും ധാരാളം വാൾപേപ്പേഴ്സ് ഉണ്ട്. താഴെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വാൾപേപ്പർ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം HD 4K ക്വാളിറ്റിയിലുള്ള ഇമേജുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സെറ്റ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ളത് അഡ്ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിലേക്ക് നമ്മൾ സൂമിൻ ചെയ്താൽ ക്രോപ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്ക് ഇവിടുന്ന് തന്നെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും.
ആൻഡ് ഫൈനലി ഉള്ളത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആണ്, നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വാൾപേപ്പർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവൻറ്റിൻ്റെ ടൈറ്റിലാണ്. ബർത്ത്ഡേ പാർട്ടി എന്നുള്ളത് ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഫോണ്ടുകൾ എനിക്ക് സെറ്റ് ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതുള്ളത് ഡേറ്റ് ആൻഡ് ടൈമാണ്. അതിൽ ടാപ്പ് ചെയ്യുക. ഓൾ ഡേ ആണെന്നുണ്ടെങ്കിൽ ഓൾ ഡേ എനേബിൾ ചെയ്തിടാം. അതല്ല ഒരു സ്പെസിഫിക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ. ഇവിടെ നമുക്ക് ഡേറ്റും ടൈമും നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇൻക്ലൂഡ് എൻഡിങ് ടൈം എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ എൻഡിങ് ടൈം വരത്തുള്ളൂ. അപ്പം ഈ ഒരു പാർട്ടിക്ക് ഒരു സ്പെസിഫിക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം നിങ്ങൾക്ക് എൻഡിങ് ടൈമായിട്ട് കൊടുക്കാം. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കാണാൻ സാധിക്കും. മൂന്നാമതുള്ളത് ലൊക്കേഷനാണ്. ആ ഒരു ഇവൻറ്റ് നടക്കുന്ന ആ ഒരു പ്ലേസ് നമുക്ക് ഇവിടുന്ന് തന്നെ സെർച്ച് ചെയ്യാം. ഞാനിപ്പം ഇവിടെ ആ ഒരു ഹോട്ടലിൻ്റെ പേര് അങ്ങ് സെലക്ട് ചെയ്തു. ഇനി ലൊക്കേഷൻ എന്തെങ്കിലും നെയിം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നിക് നെയിം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവൻറ്റ് വെന്യൂ എന്ന് കൊടുത്ത് ഡൺ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാം എവിടെയാണ് ലൊക്കേഷൻ, എന്താണ് ടൈം ഡ്യൂറേഷൻ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇതാരാണ് ഇവൻറ്റ് നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ചെറുതായിട്ടുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതിൽ ഇപ്പം ഒരു ബർത്ത്ഡേ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഉള്ളത് ഹോസ്റ്റ് നെയിമാണ്. അത് ഓൾറെഡി കിടക്കുന്ന മിലൻ തോമസ് എന്നാണ്, കാരണം ഞാനാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇനി അത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ മാറ്റി എൻ്റെ വൈഫിൻ്റെ പേര് ആഡ് ചെയ്യുവാണ്. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റഡ് ബൈ ജൂബി ആ ഒരു പേര് അവിടെ വരും. പിന്നെ ഉള്ളത് വെതറാണ്. അത് നമ്മളുടെ ആ ഒരു ലൊക്കേഷൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വെതറാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പിന്നുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. നമുക്ക് ഫോട്ടോസും മ്യൂസിക്കും ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ക്രിയേറ്റ് ആൽബം എന്നുള്ളൊരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൽബം അവിടെ ആ ഒരു പേരിൽ ഏത് പേരാണ് ആൽബത്തിന് വേണമെന്നുള്ളത് അതവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽബം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നുള്ളത് മ്യൂസിക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഇവൻറ്റ് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ആ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ കേൾക്കാനും സാധിക്കുന്നതാണ്. സോ ആ പ്ലേലിസ്റ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാർ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആഡ് ആൻഡ് കൊളാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളെ ഈ ഒരു ഇവൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊളാബറേറ്റ് ചെയ്ത് പാട്ടുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആഡ് പ്ലേലിസ്റ്റ് ഒള്ളി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർ അതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തു അതിനുശേഷം ഇത് വേണ്ട, ഇത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഷെയർഡ് ആൽബം ഓപ്ഷനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ തന്നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി മറ്റുള്ളവർ, അതായത് ഈ ഇൻവിറ്റേഷൻ ലഭിക്കുന്നവർ ഇതെങ്ങനെയാണ് കാണുന്നതെന്നുള്ളതിൻ്റെ പ്രിവ്യൂ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ബർത്ത്ഡേ പാർട്ടി, ഇവൻറ്റിൻ്റെ ടൈം, വെന്യൂ, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഫോണിലേക്ക് ഞാൻ ഇൻവിറ്റേഷൻ ഷെയർ ചെയ്യുവാണ്. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അക്സെപ്റ്റ് വരും. ഓപ്പണായി വരുന്നത് തന്നെ നമ്മുടെ iCloud.comൻ്റെ സൈറ്റിലേക്കാണ്. സോ ഇവൻറ്റ് ഇൻവിറ്റേഷൻ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് ഇനി ഇത് ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കായിരിക്കും നമ്മുടെ ഇവൻറ്റ് പോപ്പപ്പ് ആയി വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗോയിങ് ആണോ നോട്ട് ഗോയിങ് ആണോ മേ ബി ഇതിൽ ഗോയിങ് ആണ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം ഗോയിങ് എന്നുള്ളതിൻ്റെ ഓപ്ഷനിൽ ആരാണ് വരുന്നതെന്നുള്ളത്, ആര് അക്സെപ്റ്റ് ചെയ്തു ഇൻവിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുണം നമുക്കിതിലുണ്ട്. പിന്നെ ഉള്ളത് ഈ കലണ്ടർ ഇമേജ് ആണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇവൻറ്റ് നമുക്ക് കലണ്ടറിലേക്ക് ഒരു ഇവൻ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഹോസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ ഫോണിൽ നിന്ന് ഈ ഒരു ഇവൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് വൺസ് ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ശേഷവും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഹോസ്റ്റ് ചെയ്യുന്ന ആൾ വരുത്തുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടൈം മാറ്റുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് മറ്റുള്ളവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പുഷ് നോട്ടിഫിക്കേഷൻ എനേബിൾ ആയിരിക്കണം. വീണ്ടും നമുക്ക് ഇവൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും. ഇവൻറ്റിൻ്റെ സെറ്റിങ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അഡീഷണൽ ഗസ്റ്റിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് എന്നുള്ളതിൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഗസ്റ്റുകളെ അപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിക്വസ്റ്റ് വരും. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഗസ്റ്റിനെ അപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. അല്ലാത്ത പക്ഷം ഈ ലിങ്ക് കിട്ടുന്ന ഇൻവിറ്റേഷൻ ലിങ്ക് ലഭിക്കുന്ന എല്ലാവർക്കും ഡയറക്റ്റ്ലി ഈ ഇവൻറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇവൻറ്റ്, ക്യാൻസൽ ഇവൻറ്റ്, പോസ്റ്റ് റിപ്ലൈസ്, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു ഇവൻറ്റ് തന്നെ നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടുന്ന് സാധിക്കുന്നതാണ്. പിന്നെ ഹോസ്റ്റ് ചെയ്യുന്നവരുടെ ഫോണിൽ നിങ്ങൾ കാണാം സെൻഡ് നോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഇതാണ് നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സെൻഡ് നോട്ട് കൊടുത്തു, നോട്ട് സെൻഡ് ചെയ്തു. ഇത് ജോയിൻ ചെയ്യുന്ന എല്ലാവരിലേക്കും ആ ഒരു അപ്ഡേറ്റ് ലഭിക്കും. നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻ കേസ് അബദ്ധത്തിൽ നമ്മളുടെ ഈ ഇവൻറ്റ് ഇൻവിറ്റേഷൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തിക്ക് ചെന്നു അല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്താൽ അവരെ ഈ ഒരു ഇവൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കും. അതിനുവേണ്ടി ആ ഒരു വ്യക്തിയുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്യുക.
അതിൻ്റെ സൈഡിലായിട്ടൊരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്തിട്ട് റിമൂവ് ഫ്രം ഇവൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വ്യക്തിനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻവിറ്റേഷൻസ് ഇത് ഐഫോൺ ഉള്ളവർക്ക് മാത്രമല്ലേ പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തെറ്റി. കാരണം ഇത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ചങ്കുകൾക്കും ഷെയർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് iCloud.com അവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ iCloud.comൻ്റെ വെബ് പേജിലേക്കായിരിക്കും അവർ റീഡയറക്റ്റ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും ആൻഡ്രോയിഡ് യൂസേഴ്സിനും ലഭിക്കുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഐഫോൺ വെറുതെ ഒരു കോളിനോ വീഡിയോ കാണാനോ മാത്രം ഉപയോഗിക്കാതെ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ചും കൂടെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, പീസ്.